സോയാബീൻ കൊണ്ട് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആട്ടോ. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ ചേർക്കാം. വഴനയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ചേർത്തിട്ട് പച്ചമണം മാറി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഏകദേശം ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചെറിയ ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തക്കാളിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം ഇതൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞു കിട്ടണം കേട്ടോ. അതുവരെ നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തക്കാളി വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ അളവിൽ ചേർത്ത് കഴിഞ്ഞാൽ സോയാബീനൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ ഒരു ബീഫൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പൊടീൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാട്ടോ നമ്മൾ ഫ്ലെയിം ഉള്ളത്. ഇനി അതിനുശേഷം നമുക്കിതിലേക്ക് നല്ലപോലെ കുതിർത്ത് കഴുകി ഊറ്റിയ സോയാബീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഞാൻ കുതിർത്ത് വെച്ചതാണ്. അതിനുശേഷം ഒരു 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് നല്ലപോലെ വെള്ളം പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചേർക്കാൻ. അപ്പോൾ സോയാബീൻ ഇതിലേക്ക് ഇടുമ്പോൾ തന്നെ ഇതിലുള്ള ആ ഒരു വെള്ളം മുഴുവൻ ഇത് വലിച്ചെടുക്കും. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കെച്ചപ്പാണ്. അപ്പോൾ എരിവുള്ളതാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചില്ലി ടൊമാറ്റോ സോസൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മളിതിലേക്ക് ഒരു ചെറിയ തക്കാളി ഒന്ന് കട്ട് ചെയ്തതും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെ തക്കാളി ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.